Dear students, I hope you all are well. Here we are discussing the second unit, Bonds of Love. In this unit, we are discussing the lesson Maternity. We discussed in this lesson about the Armenian refugees and the situation of the camp also. We understood that they are struggling to live in the camp. They are escaping from the peering eyes by the tying some carpets and others. നമ്മൾ ചർച്ച ചെയ്തതാണ് അർമേനിയൻ റിഫ്യൂജി ക്യാമ്പിലെ അവസ്ഥകൾ. നമ്മളുടെ പാഠം അതിൻ്റെ തീം ആദ്യം സൂചിപ്പിച്ചു, മെറ്റേണിറ്റി എന്നതാണ്. മെറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ മാതൃത്വം, ഒരു ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹം അത് മറ്റെന്തിനേക്കാളും വലുതാണ് എന്ന് അനുഭവത്തിലൂടെ അറിയുന്നവരാണ് നമ്മളൊക്കെ. അതാണ് ഇതിൻ്റെ മെയിൻ തീം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അവിടുത്തെ റെഫ്യൂജി പീപ്പിളിൻ്റെ, ജനങ്ങളുടെ, റെഫ്യൂജീസിൻ്റെ സിറ്റുവേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് കഥാനായകന്, ദ മെയിൻ ക്യാരക്ടറുടെ സിറ്റുവേഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. Of all of them, Mikhaili alone could do nothing. He ate the stale bread which his neighbors cared to offer, and it weighed on him, for he was a big lad of 14, healthy and robust. But how could he think of looking for work when he literally bore on his back the burden of a newborn babe? Since his birth, which had caused his mother's death, he had wailed, proclaiming his famished state from morn till night. Who would have accepted Mikhaili's services when his own compatriots had chased him from their quarters because they were unable to bear the uninterrupted howls which kept them awake at night? Yes, it is description about the main character. The name of main character is Mikhaili. മിക്കാലി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇതിലെ പ്രധാന കഥാപാത്രം. മിക്കാലി is a 14-old and he has a new babe child. ഒരു ചെറിയൊരു കുട്ടിയുണ്ട്, ന്യൂ ബോൺ ചൈൽഡ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചർച്ച ചെയ്യാം. അമ്മ മരിച്ചതിന് ശേഷം ചെറുപ്പത്തിലെ അമ്മ തൻ്റെ ഒരു കുട്ടിക്ക്, മിക്കാലിയുടെ അനിയത്തിയോ അനിയനോ, കുട്ടിക്ക് ജന്മം നൽകിയ ആ സമയത്ത് തന്നെ മിക്കാലിയുടെ അമ്മ മരിച്ചുപോയി. ശേഷം മിക്കാലിയുടെ ആ ഒരു കുട്ടിയെ, മിക്കാലിയുടെ അമ്മ പ്രസവിച്ച ആ കുട്ടിയെ തോളിൽ ഒരു ഭാണ്ഡവും നിർമ്മിച്ച് അതിൽ കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവമാണ് മിക്കാലിക്ക് ഉണ്ടായിരുന്നത്. നമുക്ക് കാണാം പിക്ചറിൽ. യു ക്യാൻ സീ ഇൻ ദി പിക്ചർ. മിക്കാലി ഈസ് എ റോബസ്റ്റ് person. Robust means powerful person in 14. അപ്പോൾ റെഫ്യൂജി ക്യാമ്പിൽ എല്ലാവരും അധ്വാനിക്കുന്ന തിരക്കിലാണ്, അന്നേക്കുള്ള അന്നം കണ്ടെത്താനുള്ള തിരക്കിലാണ്. പക്ഷേ ഈ പവർഫുള്ളായ ഈ ഒരു കുട്ടി, മിക്കാലി എന്ന് പറയുന്ന കുട്ടി മാത്രം അധ്വാനിക്കാൻ പോകാറില്ല. കാരണം അവൻ്റെ ശരീരത്തിൽ കെട്ടിയിടപ്പെട്ട ഒരു ഭാണ്ഡത്തിൽ ഒരു കുട്ടിയുണ്ട്. അതിനെവിടെ അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ കുട്ടി കരയും. മാത്രമല്ല, കുട്ടിയെ കൊണ്ട് നടക്കാനുള്ള റീസൺസാണ് ഈ പാരഗ്രാഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം
എപ്പോഴും കുട്ടി കരയും. കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള പണം മിക്കാലിയുടെ കയ്യിലില്ല. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കുട്ടി കരയും. അതുകൊണ്ട് തന്നെ കുട്ടിയുമായി എവിടെയെങ്കിലും ഇരുന്നാൽ അടുത്തുള്ളവർക്കൊന്നും ഒരു സ്വസ്ഥത കിട്ടില്ല. എപ്പോഴും കരഞ്ഞോണ്ടിരിക്കണം കുട്ടി. കരച്ചിൽ എന്ന് പറഞ്ഞൊരു ഹോള്, ഒരു നിലവിളി, ഒരു നിലവിളി, ഭയങ്കര നിലവിളിയുണ്ട്. അപ്പോൾ രാത്രി ഇവൻ ആരുടെ കൂടെയാണ് ഉണ്ടാവുക, അവർക്ക് ഉറക്ക് കിട്ടാത്ത അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ അവൻ്റെ കൂടെയുള്ളവർ വരെ അവനെ ആട്ടി ഓടിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. അതാണ് ഈ പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓഫ് ഓൾ ഓഫ് ദം ഫ്രം ദി റെഫ്യൂജീസ്, ഈ റെഫ്യൂജീസിൽപ്പെട്ട ഒരാളാണ് മിക്കാലി അലോൺ കുഡ് ഡു നത്തിങ്. മിക്കാലി മാത്രം ഒന്നും ചെയ്തില്ല, ബാക്കിയുള്ളവരൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. ഹി എയ്റ്റ് ദ സ്റ്റെയിൽ ബ്രെഡ് വിച്ച് ഹിസ് നെയ്ബേഴ്സ് കെയർഡ് ടു ഓഫർ. ഹി എയ്റ്റ്, അവൻ തിന്നത് സ്റ്റെയിൽ ബ്രെഡാണ്. വിച്ച് ഹിസ് നെയ്ബേഴ്സ് കെയർഡ് ടു ഓഫർ, അതാണെങ്കിലോ അവൻ്റെ നൈബേഴ്സ് ഓഫർ ചെയ്ത ആ ഒരു ബ്രെഡാണ്. ആൻഡ് ഇറ്റ് വെയ്ഡ് ഓൺ ഹിം, ഇത് വലിയ പ്രയാസമൊക്കെ അവനക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫോർ ഹി വാസ് എ ബിഗ് ലാഡ് ഓഫ് 14, ബിക്കോസ് ഹീസ് എ 14 ഏജ്. സോ ഹെൽത്തി ആൻഡ് റോബസ്റ്റ് ആണ്. അവന് ഹെൽത്തിയാണ്, റോബസ്റ്റ് മീൻസ് പവർഫുൾ. ഇതൊക്കെ ആയിട്ട് മറ്റുള്ളവർ ഓഫർ ചെയ്യുന്നതാണല്ലോ ഇവൻ ഭക്ഷിക്കേണ്ടത്. അത് ഇവനക്ക് വലിയ വെയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രയാസമുണ്ടാക്കി. വെയ്ഡ് ഓൺ ഹിം എന്ന് പറഞ്ഞാൽ പ്രയാസമുണ്ടാക്കി. കാരണം ഞാൻ ഇത്രക്ക് പവർഫുള്ളായിട്ട് വരെ എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു പ്രയാസം. ബട്ട് ഹൗ കുഡ് ഹി തിങ്ക് ഓഫ് ലുക്കിംഗ് ഫോർ വർക്ക്? ബട്ട് ഹൗ കുഡ് ഹി, മിക്കാലിക്ക് എങ്ങനെ പറ്റും തിങ്ക് ഓഫ് ലുക്കിംഗ് ഫോർ എ വർക്ക്, ഒരു വർക്ക് അന്വേഷിക്കാൻ? വെൻ ഹി ലിറ്ററലി ബോർ ഓൺ ഹിസ് ബാക്ക് ദ ബർഡൻ ഓഫ് എ ന്യൂ ബോൺ ബേബ്. ഒരു കുട്ടിയെ, ന്യൂ ബോൺ ബേബിനെ പിന്നിൽ ഒരു ബേർഡൻ ആക്കിയിട്ട് ഒരു ഭാരം പോലെ കൊണ്ട് നടക്കുന്ന ഇവൻക്ക് മിക്കാലി എങ്ങനെ ഒരു ജോലി അന്വേഷിക്കും? സിൻസ് ഹിസ് ബർത്ത്, അല്ലേ, ഈ ന്യൂ ബോൺ ബേബിൻ്റെ ബർത്ത് മുതൽ, which had caused his mother's death by the through the delivery the mother had died, മരിച്ചു പോയിരുന്നു. അപ്പോൾ അന്നു മുതൽ കൊണ്ട് നടന്നിരുന്നത് മിക്കാലിയാണ് ഈ കുട്ടിയെ. ഹി ഹാഡ് വെയിൽഡ് പ്രൊക്ലൈമിങ്, വെയിൽഡ് എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക, ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നതാണ് വെയിൽഡ് എന്ന് പറയുക. he means here the newborn babe had wailed proclaiming his famished state. Famished means very പിന്നെ എന്താ പറയുക, പ്രയാസകരമായ, സിമ്പത്തറ്റിക്കലായിട്ടുള്ള മിക്കാലീസിൻ്റെ ആ കുട്ടിയുടെ സ്റ്റേറ്റ് ഫ്രം മോൺ ടിൽ നൈറ്റ്, രാത്രി മുതൽ പകൽ വരെ, അല്ലെങ്കിൽ പകൽ മുതൽ രാത്രി വരെ, രാവും പകലും ഭേദമന്യേ ഈ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹൂ വുഡ് ഹാവ് അക്സെപ്റ്റഡ് മിക്കാലി സർവീസസ്, ആരൊക്കെ മിക്കാലിയുടെ ജോലി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? വെൻ ഹിസ് ഓൺ കമ്പാട്രിയറ്റ്സ് ഹാഡ് ചേസ്ഡ് ഹിം, ഈ ആര് വരെ? കമ്പാട്രിയറ്റ്സ് മീൻസ് കൂടെയുള്ളവർ വരെ ഇവനെ ചേസ്ഡ് ഹിം, ഓടിച്ചിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ഇവൻ്റെ സർവീസ് സ്വീകരിക്കുമോ? ഫ്രം ദെയർ ക്വാർട്ടേഴ്സ്, ഓരോരുത്തരുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് അവനെ ചേസ് ചെയ്തിട്ടുണ്ട്. ചേസ്ഡ് ഹിം എന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ടുണ്ട്. ബിക്കോസ് ദേ വേർ അനാബിൾ ടു ബിയോ, കാരണം എന്താണ്? ദ ക്വാർട്ടേഴ്സ് പീപ്പിൾ കനോട്ട് ടു ബിയോ, അനാബിൾ ടു ബിയോ ദ അൺഇൻറ്ററപ്റ്റഡ് ഹോൾസ്, നിൽക്കാത്ത, ഇൻറ്ററപ്റ്റ് പറഞ്ഞാൽ തടസ്സമുണ്ടാകും. അൺഇൻറ്ററപ്റ്റഡ് മീൻസ് യെസ്, നോട്ട് പ്രിവെൻറ്റഡ് എന്ന് പറഞ്ഞാൽ തടസ്സമില്ലാത്ത, കണ്ടിന്യൂസ് ഹോൾസ്, ഈ ഒരു ബഹളം. വിച്ച് കെപ്റ്റ് ദം എവേക്ക് അറ്റ് നൈറ്റ്, രാത്രിയിൽ യെസ് വരെ അതുണ്ട്, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. മിക്കാലി ഹിംസെൽഫ് വാസ് ഡാസ്ഡ് ബൈ ദീസ് ക്രൈസ്, മിക്കാലി സ്വന്തമായിട്ട് തന്നെ ഇതുകൊണ്ട് വലിയ പ്രയാസത്തിലായി, ഇതുകൊണ്ട് വലിയ പ്രയാസം. ഡാസ്ഡ്. Shall we read the paragraph firstly? After that we can describe it. Okay. Mikkali himself was dazzled by these cries.
His head was empty and he wandered about like a lost soul, dying from lack of sleep and weariness, always dragging about with him the deafening burden that had been borne for his misfortune and its own, and that had so badly chosen the moment to appear on this earth. Everybody listened to it with irritation. They had so many troubles of their own, and they all pitifully wished it would die. Yes. അല്ലേ, മിക്കാലി വലിയ പ്രയാസത്തിലായി ഈ കുട്ടിയെ വഹിച്ചു കൊണ്ടുപോകുന്നതിൽ. മാത്രമല്ല മിക്കാലി